വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചേച്ചിയുടെയും ചേട്ടൻ്റെയും കൂടെ നെയ്യാർ ഡാമിലെ ഓണം പ്രോഗ്രാം കാണാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഡാമിലോട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ 2 ടൂ വീലറായിട്ടാണ് കേട്ടോ ഡാമിലോട്ട് പോയത്. ഇതാണ് ഡാമിൻ്റെ എൻട്രൻസ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ നല്ല തിരക്കായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കുറേ ലൈറ്റും അലങ്കാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ ഫോട്ടോസ് ചേച്ചിക്ക് ചേട്ടൻ എടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മുകളിലോട്ട് കയറുവാണ് കേട്ടോ. മുകളിൽ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം, പാനിപ്പൂരി, കുറേ ഡ്രിങ്കിൻ്റെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഒരു തണ്ണിമത്തൻ്റെ ജ്യൂസൊക്കെ മേടിച്ചിട്ട് ഡാമിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഡാമിൻ്റെ ഓവറോൾ വ്യൂ. മുകളിൽ നിന്ന് താഴേക്കുള്ളത് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ ആ ബോട്ടിങ്ങിൻ്റെ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ മണിമേടയിലോട്ടാണ് കേട്ടോ പോയത്. ഇവിടുത്തെ നെയ്യാർ ഡാമിനെ പറ്റി എന്താണ് പറയാനുള്ളത്?
ഡാമിൻ്റെ അകത്തുനിന്ന് ലൈറ്റെല്ലാം കണ്ടതിന് ശേഷം ദാ ഈ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ വന്നത്. ഇവിടെ കുട്ടികൾക്കും വലിയവർക്കും കളിക്കാൻ പറ്റിയ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജൈൻറ്റ് വീല് പോലത്തെ റൈഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്കാണ് വന്നത്. അതുപോലെ ഗെയിംസിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒന്നിലും കയറിയിട്ടുണ്ടായിരുന്നില്ല, കാരണം വലിയ തിരക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം വലിയ ക്യൂ ഒക്കെ ആയിരുന്നു. അതുപോലെ ഒരു റൈഡിൽ കയറാൻ ഒരാൾക്ക് 100 രൂപയൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ആ റൈഡിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കണ്ട് നടന്നതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് കേട്ടോ പോയത്. പിന്നെ അതിൻ്റെ അകത്ത് അക്യൂറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സമയമായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിൻ്റെ അകത്തോട്ടൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പുറത്ത് ഇതുപോലെ കുറേ കമ്മലുകളും ടോയ്സും ഐസ്ക്രീമൊക്കെ വിൽക്കുന്നതുണ്ടായിരുന്നു കേട്ടോ. അതോടൊപ്പം പിന്നെ ഉപ്പിലിട്ട കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നെല്ലിക്ക, മാങ്ങ, പൂത്തിച്ചക്ക, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഒരു കടയിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് വന്നത്. വീട്ടിൽ വരുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് കണ്ടിട്ട്, ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു അത് കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക.